വിമർശനങ്ങളോട് എന്നും ബാറ്റ് കൊണ്ട് മറുപടി നൽകിയാണ് അയാൾക്ക് ശീലം. സെഞ്ചുറി നേട്ടത്തിന് ശേഷമുള്ള അയാളുടെ തന്റെ ബാറ്റ് സംസാരിക്കുമെന്ന ആക്ഷൻ കാണിച്ചുള്ള സെലിബ്രേഷൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ എന്നും ഒരു രോമാഞ്ചമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ മത്സരത്തിലും ഇപ്പോൾ ഇതാ ഈ രണ്ടാം ഏകദിനത്തിലും തുടർച്ചയായി സെഞ്ചുറി നേട്ടം. പറയുന്നത് കിങ് കോഹ്ലിയെ കുറിച്ച് തന്നെ. 47 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി, 90 പന്തിൽ നിന്ന് സെഞ്ചുറി. അങ്ങനെ കിങ് കോഹ്ലി നേടിയത് തന്റെ കരിയറിലെ 53ാമത് ODI സെഞ്ചുറി. 2027 ലോകകപ്പിന് മുന്നേ മറ്റു വമ്പൻ മത്സരങ്ങൾ ഇല്ലാത്തതിനാൽ താരത്തിന് അവസരങ്ങൾ മുതലെടുത്തേ മതിയാകൂ. കോഹ്ലിയുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ പ്രായം അത് ശരിക്കും ഒരു നമ്പർ മാത്രമെന്ന് നമ്മളും ഒന്ന് ചിന്തിച്ചു പോകും. അയാൾ തന്റെ അവസരങ്ങൾ നന്നായി മുതലെടുക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റാഞ്ചി ഏകദിനത്തിൽ 120 പന്തിൽ നിന്ന് 135 റൺസ് അടിച്ച കോഹ്ലി തന്റെ കരിയറിലെ 52ാമത് ഏകദിന സെഞ്ചുറി നേടിയിരുന്നു. ഇതിനിടയിൽ കോഹ്ലി ഗൗതം ഗംഭീർ ബന്ധം വഷളാകുന്നു എന്ന വാർത്തകളും പരക്കുന്നുണ്ട്. 2027 ലോകകപ്പിൽ ഒരു മികച്ച പ്രകടനത്തോടെ ക്രിക്കറ്റിനോട് ബൈ പറയണമെന്ന് തന്നെയാകും കോഹ്ലി ലക്ഷ്യമിടുന്നുണ്ടാവുക. എന്നാൽ വരുന്ന ലോകകപ്പിനായി ഒരു യുവ താരനിരയെ ഇറക്കി കളിപ്പിക്കാനാണ് ഗംഭീർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായി BCCI അടിയന്തര യോഗവും വിളിച്ചിരിക്കുകയാണ്. കോഹ്ലിക്ക് പുറമെ ഏകദിനത്തിലെ തന്റെ കന്നി സെഞ്ചുറി നേടി ഋതുരാജ് ഗേക്വാദും ബാറ്റിംഗിൽ ഇന്ന് കരുത്ത് കാട്ടി. 3ാം വിക്കറ്റിൽ ഋതുരാജ് കോഹ്ലി സഖ്യം 156 പന്തിൽ നിന്ന് 195 റൺസ് അടിച്ച ശേഷമാണ് വേർപിരിഞ്ഞത്. സെഞ്ചുറി സ്വന്തമാക്കിയ വിരാട് കോഹ്ലിയെ മാർക്രം കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഗേക്വാദിനെ സോർസി പുറത്താക്കി.